താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങിയേക്കും. അറസ്റ്റിലായ 4 പോലീസുകാരെയും ചോദ്യം ചെയ്ത ശേഷം കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് സിബിഐ തീരുമാനം. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിനിടെ നേരിട്ട് മൊഴി നൽകാൻ പോകരുത് എന്ന് താനൂർ ഡിവൈഎസ്പി വി ബെന്നി പറയുന്ന ശബ്ദ സംഭാഷണം കേസിൽ നിർണായകമാകും. താമിർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 4 പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിലായി. ഇനി അവരെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള ശ്രമമാണ് സിബിഐ സംഘം നടത്തുക. ചോദ്യം ചെയ്യുന്നതോടെ സംഭവിച്ചതിൽ കൂടുതൽ വ്യക്തത സിബിഐക്ക് കിട്ടും. സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം ഗൂഢാലോചനയിലെ അന്വേഷണമാണ്. അറസ്റ്റിലായ പ്രതികളെല്ലാം താനൂർ സബ് ഡിവിഷനിലെ പോലീസുകാരാണ്. താമിർ ജഫ്രിയെയും കൂട്ടാളികളെയും പിടികൂടിയത് മറ്റൊരു സബ് ഡിവിഷൻ പരിധിയായ കൊണ്ടോട്ടി സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന്. താനൂർ സബ് ഡിവിഷന് കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊണ്ടോട്ടി സബ് ഡിവിഷനിലെ പ്രതികളെ പിടികൂടണമെങ്കിൽ ഉറപ്പായും SP-യോ DYSP-യോ അറിയണം. സ്വാഭാവികമായും DYSP വി ബെന്നിയുടെയും SP സുജിത് ദാസിൻ്റെയും CI ജീവൻ ജോർജിൻ്റെയും SHO ഷെഹൻഷായുടെയും ഫോൺ രേഖകൾ കേസിൽ നിർണായകമാകും. CCTV ദൃശ്യങ്ങളും കേസിൽ പ്രധാന തെളിവാകും. കേസ് താനൂർ SI കൃഷ്ണലാലിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ SP-യും DYSP-യും നടത്തിയ ശ്രമങ്ങളും CBI വിശദമായി തന്നെ പരിശോധിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ നേരിട്ട് മൊഴി നൽകാൻ പോകരുതെന്ന് DYSP വി ബെന്നി കൃഷ്ണലാലിനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ മറുപടി CBI ബെന്നിയിൽ നിന്ന് തേടുമെന്നുറപ്പാണ്. സാക്ഷികളെ സ്വാധീനിച്ച് മൊഴി മാറ്റാനുള്ള വി ബെന്നിയുടെ നീക്കം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ക്രൈംബ്രാഞ്ചിൽ നേരിട്ട് പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കരുത്. അതിന് മുമ്പ് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് മഞ്ചേരി ശ്രീധരൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് വേണം എങ്ങനെ വേണം എന്നുള്ളത് നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഈ പറഞ്ഞിരിക്കുന്ന 42 നോട്ടീസിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഡാൻസ് ആപ്പർ എടുത്തുള്ളൂ. അതൊക്കെ പിന്നെ നേരിട്ട് കണ്ടിട്ട് പറയാം. ഏതായാലും മഞ്ചേരി ശ്രീധരൻ സാറിനെ കാണാനുള്ള സംവിധാനത്തിൽ ഇവിടെ പണം ഇവിടെ വരുന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നാളെ രാവിലെ വരാൻ പറ്റുക, നാളെ തന്നെ എത്തുക. ഏതായാലും അവരെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഈ മഞ്ചേരി ശ്രീധരൻ സാറിന്റെ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. SI കൃഷ്ണലാലിനോട് മൊഴി നൽകരുതെന്ന് പറഞ്ഞതും മറ്റ് പോലീസുകാരോടും കൃഷ്ണലാലിനോടും മാറി നിൽക്കാൻ പറഞ്ഞതും ഇപ്പോൾ അറസ്റ്റിലായ ഡാൻസ് ഹൗസ് സംഘവുമായി സംസാരിച്ച് മൊഴി ഷെയ്പ്പ് ചെയ്യാൻ പറഞ്ഞതും എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം CBI തേടുമെന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ CBIയുടെ മുന്നിലുള്ള അടുത്ത അന്വേഷണ ഘട്ടം എന്നുള്ളത് ആരൊക്കെ ഗൂഢാലോചന നടത്തി എന്നതാണ്. 4 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഉന്നതരിൽ ആരൊക്കെ പ്രതികളാകും എന്നതാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.